നമസ്തേ. കഴിഞ്ഞ 46 ദിവസങ്ങളായി ചർച്ച ചെയ്തു വന്നത് ബ്രഹ്മവിദ്യാപഞ്ചകത്തിലേക്കുള്ള ആദ്യ പടിയായിരുന്നു. അല്ലെ, ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാനുള്ള വാതിൽ തുറന്നിടുകയാണ് ഉണ്ടായത്. ഈ 46 ദിവസവും ഈ 1.5 മാസത്തോളം ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർമ്മിക്കുക. അതൊന്ന് ചിന്തയിലേക്ക് കൊണ്ടുവരിക. നമ്മൾ പറഞ്ഞത് ബ്രഹ്മവിദ്യ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഗുണഗണങ്ങൾ, അത് സാധനാചതുഷ്ടയമാണ്. സാധനാചതുഷ്ടയ സമ്പന്നനായിരിക്കണം ബ്രഹ്മവിദ്യ അഭ്യസിക്കാനെന്ന് പറഞ്ഞു. നിത്യാനിത്യ വിവേകം, ഇഹാമുത്ര ഫലഭോഗ വിരാഗം, ശമാധിഷ്ക സമ്പത്ത്, മുമുക്ഷുത്വം, ഇത്രയും കാര്യങ്ങളാണ്. ഈ 4 സാധനാചതുഷ്ടയ സമ്പത്ത്. ഇത്രയും കാര്യങ്ങൾ ഉള്ള ഒരുവൻ നിതരാം നന്നായിട്ട് നിർവേദത്തെ പ്രാപിച്ചിട്ട് ലൗകിക വിഷയങ്ങളിൽ നിന്നുള്ള താല്പര്യമൊക്കെ കുറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾക്ക് മറ്റൊരു യോഗ്യത കൂടെ വേണം. ശമാധി ഷട്ക സമ്പന്നനായിരിക്കണം അയാൾ. ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനമെന്ന ഈ 6 ഗുണങ്ങളോട് കൂടിയ ശമാധി ഷട്ക സമ്പത്ത് കൊണ്ട് ലസിക്കുന്നവൻ, പരിലസിക്കുന്നവനുമായിരിക്കണം ആ വിദ്വാനായിരിക്കണം, അറിയാൻ ആഗ്രഹിക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ള വിദ്വാൻ മുക്തികാമനായിട്ട് ചരിക്കാൻ ആഗ്രഹിക്കുന്നവനും ഈ ഭൂമിയിൽ വെച്ചു തന്നെ മോക്ഷം പ്രാപിക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവനുമായിരിക്കണം. അതിനുവേണ്ടി ശ്രമം ചെയ്യുന്നവനുമായിരിക്കണം. ഇത്രയുമൊക്കെ ആയിക്കഴിഞ്ഞാലോ പിന്നീട് ബ്രഹ്മവിത്തുക്കളിൽ ഉത്തമനായ ഗുരുവിനെ പ്രണാമം കൊണ്ടും സേവ കൊണ്ടുമൊക്കെ പ്രസന്നനാക്കിയിട്ട് 2 ചോദ്യം ചോദിക്കണം. ഞാനാര്? ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? അല്ലയോ ഗുരുനാഥ, അങ്ങനെക്ക് സ്നേഹത്തോടുകൂടി ഇതിൻ്റെ ഉത്തരം പറഞ്ഞു തരണമേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും ദിവസം ഈ 1.5 മാസത്തോളവുമായിട്ട് ചർച്ച ചെയ്തു വന്ന കാര്യത്തിൻ്റെ ചുരുക്കം ഇതാണ്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിലേക്ക് കടക്കാം. ബ്രഹ്മവിദ്യാപഞ്ചകത്തിൻ്റെ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ താത്പര്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശ്ലോകം ഇങ്ങനെയാണ്: നിത്യാനിത്യ വിവേകദോഹി നിതരാം നിർവേദമാപദ്യ സദ്വിദ്വാനത്ര ശമാധി ഷട്കലസിതസ്യാന്മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത് കോഹമിദങ്കുതോ ജഗദിതി സ്വാമിൻ വദത്വം പ്രഭോ. നിത്യാനിത്യ വിവേകദോഹി നിതരാം നിർവേദമാപദ്യ സദ്വിദ്വാനത്ര ശമാധി ഷട്കലസിതസ്യാൻ മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത് കോഹമിദം കുതോ ജഗദിതി സ്വാമിൻ വദത്വം പ്രഭോ. 1-ാമത്തെ വാക്ക് നിത്യാനിത്യ വിവേകദഃ. 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു എന്ന് പറയാവുന്ന രീതിയിൽ ഒരു വാക്കോ ചെറിയൊരു വാചകമോ ആയിട്ട് ഗുരു ബ്രഹ്മവിദ്യാഭ്യസനത്തിൻ്റെ യോഗ്യത പറഞ്ഞിരിക്കുകയാണ്. നിത്യാനിത്യ വിവേകദഃ, നിത്യാനിത്യ വിവേകം ഉള്ളവനായിട്ട്, നിത്യമേത് അനിത്യമേത് എന്നുള്ള കാര്യം വേർതിരിച്ചറിഞ്ഞിട്ട്. നമ്മൾ പറഞ്ഞു, നിത്യം ആയിട്ടുള്ളത് എന്നും നിലനിൽക്കുന്നത് ഈശ്വരനാണെന്നും പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ അനിത്യമാണ്, എന്നുമുള്ളതല്ല, കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ളതാണെന്നും പറഞ്ഞു. അപ്പം നിത്യമായിട്ടുള്ളത് ഈശ്വരൻ, അനിത്യമായിട്ടുള്ളത് പ്രപഞ്ചം. അപ്പം ആ വിവേകം ഉണ്ടായി വരിക. അങ്ങനെ വന്നു കഴിയുമ്പം നിതരാം നിർവേദം ആപദ്യ. നിർവേദം എന്ന് പറഞ്ഞാൽ വിരക്തി. ഈ ലോക സുഖങ്ങളോട് അത്യാസക്തി ഇല്ലാതാവുന്ന അവസ്ഥയ്ക്കാണ് നിർവേദം എന്ന് പറയുന്നത്. വിരക്തി ഉണ്ടാവുക, താല്പര്യക്കുറവുണ്ടാവുക. അതിനെ ആപദ്യ, പ്രാപിച്ചിട്ട്. നിർവേദം ആപദ്യ, നിർവേദത്തെ പ്രാപിച്ചിട്ട്, നേടിയിട്ട്. അപ്പം ഇത്രയൊക്കെ നേടിയ ആളെ എങ്ങനെയുള്ള ആളായിരിക്കും? സദ്വിദ്വാനായിരിക്കും, നല്ല വിദ്വാനായിരിക്കും. ആ വിദ്വാനായവൻ
ചില യോഗ്യതകളും കൂടി ആ വിദ്വാൻ ഉണ്ടായിരിക്കണം. എന്ത്? ശമാധി ഷട്കലസിതഃ സ്യാത്. എന്തുണ്ടായിരിക്കണം? ശമാധി ഷട്കം കൊണ്ട് ലസിക്കുന്നവനായിരിക്കണം, ശോഭിക്കുന്നവനായിരിക്കണം. ശമാധി ഷട്ക സമ്പത്ത് നമ്മൾ പറഞ്ഞു. ശമം ദമം ഉപരതി ദിദിക്ഷ ശ്രദ്ധ സമാധാനം എന്ന ഈ 6 ഗുണങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവനുമായിരിക്കണം ഈ വിദ്വാനായ ശിഷ്യൻ. ശമാധി ഷട്കലസിതഃ സ്യാത്. പിന്നെയോ മുക്തികാമോ ഭുവി. ഭൂമിയിൽ മുക്തികാമനായിട്ട് സഞ്ചരിക്കുന്നവനായിരിക്കണം. മുക്തിയെ കാമിക്കുന്നവൻ, മോക്ഷത്തെ ആഗ്രഹിക്കുന്നവനുമായിരിക്കണം. എവിടെ? ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ഈ ശരീരത്തോടുകൂടി കഴിയുന്ന വേളയിൽ തന്നെ മുക്തി നേടണം. മുക്തി പരലോകത്തല്ല എന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ മുക്തികാമനായിട്ട്, ഈ ഭൂമിയിൽ മുക്തികാമനായിട്ട് ചരിക്കുക. ഇത്രയുമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം? പശ്ചാത്, പിന്നീട് ബ്രഹ്മവിദുത്തമം പ്രണതിസേവാദ്യൈ പ്രസന്നം ഗുരും. ബ്രഹ്മവിദുത്തമം ഗുരും പ്രണതിസേവാദ്യൈ പ്രസന്നം. ഗുരുവിനെ പ്രസന്നനാക്കി സന്തോഷിപ്പിക്കണം. അപ്പൊ ആ ഗുരു എങ്ങനെയുള്ളവനായിരിക്കണം? ബ്രഹ്മവിദുത്തമൻ ആയിരിക്കണം. ബ്രഹ്മവിത്തുക്കളില് നമ്മൾ 4 തരത്തിലുള്ള ബ്രഹ്മജ്ഞാനികളെ കുറിച്ച് പറഞ്ഞതൊക്കെ ഒന്നുകൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ബ്രഹ്മവിത്ത്, ബ്രഹ്മവിദ് വരൻ, ബ്രഹ്മവിദ് വരിയൻ, ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്ന 4 കാറ്റഗറിയിൽപ്പെട്ട ഗുരുക്കന്മാരിലെ ബ്രഹ്മവിത്തായിട്ടുള്ള ആളെ വേണം സമീപിക്കുവാൻ, കാര്യം പഠിക്കുവാൻ. മറ്റവർക്ക് പഠിപ്പിക്കാനൊന്നും വലിയ താല്പര്യം കാണത്തില്ല, ബ്രഹ്മവിദ് വരനും വരിയാനും വരിഷ്ഠനും ഒന്നും. പക്ഷെ ബ്രഹ്മവിത്ത് അങ്ങനെയല്ല. ബ്രഹ്മവിത്തിന്റെ അവസ്ഥയിലെത്തിയ ആൾ ഇതൊക്കെ പഠിപ്പിക്കാൻ താല്പര്യമുള്ള ആളായിരിക്കും, ലോകത്തോട് കരുണയുള്ള ആളായിരിക്കും. അങ്ങനെ ബ്രഹ്മവിത്തുക്കളിൽ ഉത്തമനായിട്ടുള്ള ഗുരുവിനെ പ്രാപിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഗുരുവിനെ പ്രണാമം കൊണ്ടും സേവ കൊണ്ടും പ്രസന്നനാക്കണം. പ്രണതി, പ്രണാമം കൊണ്ടും, സേവാദ്യൈഹി, സേവ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടും ഗുരുവിനെ പ്രണമിക്കുകയും പിന്നീട് ഗുരുവിന് ഏതൊക്കെ തരത്തിലാണോ പ്രസന്നത ഉണ്ടാവുന്നത് ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അതാണ് സേവാദ്യൈഹി, സേവ തുടങ്ങിയവകളാൽ. പ്രണതി സേവാദ്യൈഹി, പ്രണാമം, സേവ, സേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്യുക. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തോളൂ. അതാണ് സേവാദ്യൈഹി, സേവ തുടങ്ങിയവകളാൽ ഗുരും പ്രസന്നം, ഗുരുവിനെ പ്രസന്നനാക്കണം. എന്നിട്ട് എന്തു ചെയ്യണം? പൃച്ഛേത്, ചോദിക്കണം. പൃച്ഛതി, ചോദിക്കുക. ഇതി പൃച്ഛേത്, ഇങ്ങനെ ചോദിക്കണം. എങ്ങനെ? കോഹം, കഹ അഹം, ഞാൻ ആരാകുന്നു ഗുരു. ഇതം ജഗത് കുതഹ, ഈ ജഗത്ത് എവിടെ നിന്ന്, കുതഹ എവിടെ നിന്ന് വന്നു. ഇതം ജഗത് കുതഹ, കോഹം ഇതം കുതോ ജഗത്. ഇതി എന്ന്, അല്ലയോ പ്രഭു, പ്രഭുവായിട്ടുള്ളവനെ, അങ്ങ് സ്വാമിയായിട്ടുള്ളവനെ. ജഗതിഥി സ്വാമിൻ, അല്ലയോ സ്വാമി, ഈ ഉള്ളവൻ അങ്ങയുടെ ദാസനാണ്, അങ്ങ് സ്വാമിയാണ്. അങ്ങനെയുള്ള സ്വാമിയായിട്ടുള്ള പ്രഭു, ത്വം വദ, അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. ത്വം, അങ്ങ്, നീ എന്നാണ് ത്വം എന്ന വാക്കിന്റെ വാക്കർത്ഥം. ത്വം വദ, പറഞ്ഞു തന്നാലും. അങ്ങ് എന്നോട് ബ്രഹ്മവിദ്യയുടെ സൂക്ഷ്മമായ വശങ്ങള് പറഞ്ഞു തന്നാലുമെന്ന് സ്നേഹത്തോടുകൂടി, ആദരവോടുകൂടി, പ്രണാമത്തോടും സേവയോടും കൂടിയ മനോഭാവത്തോടുകൂടി ഗുരുവിനോട് ചോദിക്കുകയാണ്. ഞാൻ ആരാകുന്നു, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി. ഈ 2 ചോദ്യങ്ങള് ചോദിച്ച് ഗുരു സംപ്രീതനായി കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടിയേക്കാം. അപ്പൊ ഈ ഒരു ബ്രഹ്മവിദ്യയുടെ പശ്ചാത്തലമല്ല, ബ്രഹ്മവിദ്യ എന്താണ്, എങ്ങനെയാണ് ബ്രഹ്മവിദ്യ സമ്പാദിക്കേണ്ടത്, അത് ബ്രഹ്മവിദ്യ സമ്പാദിക്കാനായിട്ട് പോകുന്നയാളുടെ ഗുണഗണങ്ങൾ എന്താണ്, അത് പറഞ്ഞു കൊടുക്കുന്ന ഗുരുവിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ആ ഗുരുവിനെ എങ്ങനെ പ്രസന്നനാക്കണം, എങ്ങനെ പ്രീതിപ്പെടുത്തണം, അപ്പൊ എന്നിട്ട് പ്രസന്നനായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ വളരെ വിശദമായിട്ടിതാ
ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ വളരെ ഭംഗിയായിട്ട് വിവരിച്ചു കാട്ടുകയാണ്. ഈ ഒരു കാര്യം കൊണ്ടാണ് ഗുരുവിനെ ശിവലിംഗദാസ സ്വാമി ബ്രഹ്മവിദ്യാ കോവിദൻ എന്ന് വിളിച്ചത്. നമുക്ക് ബ്രഹ്മവിദ്യയുടെ കോവിദനായ ഒരാളല്ലേ ശ്രീനാരായണ മഹാപ്രഭു. അല്ലാതെ സാമൂഹ്യ പരിഷ്കർത്താവോ മതിൽ കെട്ടേണ്ടിയവനോ വല്ലോ ആണോ? മറിച്ച് ഇതാ ബ്രഹ്മവിദ്യാ കോവിദനായിട്ടുള്ള ശ്രീനാരായണ മഹാപ്രഭു നമ്മളോട് ബ്രഹ്മവിദ്യ നന്നായിട്ട് ഉപദേശിക്കുകയാണ്. ചെവി തന്നിതു കേൾപ്പിനെല്ലാവരുമെന്ന് ശിവലിംഗദാസ സ്വാമി പറയുന്നത് കേട്ടുകൊണ്ട് നമുക്ക് ഗുരുനികടത്തിലേക്ക് നടന്നു ചെല്ലാം. ബ്രഹ്മവിദ്യ പഞ്ചകമാകുന്ന ഈ വലിയ നിധിയുടെ വാതിലൊന്ന് തുറന്നു നോക്കാം. നന്ദി.